നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതിപ്പോ ഭാര്യ പറഞ്ഞതായാലും അമ്മ പറഞ്ഞതായാലും അതൊക്കെ കേൾക്ക അനുസരിക്ക, അത് മാത്രമേ ഇവന് പറഞ്ഞിട്ടുള്ളൂ. അതുമാത്രമല്ലല്ലോ കാര്യം. ഭർത്താവിനോടാണെങ്കിലും പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ അത് തെറ്റ് തന്നെയല്ലേ? പിന്നല്ലാതെ. അല്ലാതെ രൂപേഷിനെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? പുറത്തു പോയി എന്തെങ്കിലും സംഭവിച്ചാ ഈ വീടിനല്ലേ അതുകൊണ്ടുണ്ടാവുന്ന ദോഷം. അല്ലെങ്കിൽ തന്നെ ആരൊക്കെ അവളെ കൊല്ലാൻ നടക്കുന്നെന്ന് ആർക്കറിയാം. മതി, ദർശനെ കുറിച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ മതി. എന്റെ ഭാര്യ എന്നോട് പറഞ്ഞിട്ടല്ല പോയെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? എല്ലാവരോടും ചോദിച്ച അനുവാദം വാങ്ങിട്ട് പോവാൻ എന്റെ ഭാര്യ എന്താ ഇവിടുത്തെ അടിമയാണോ? എന്നോട് പറഞ്ഞിട്ടാ പോയത്. അത് ഞാൻ അമ്മയോട് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഭാര്യയെ രക്ഷിക്കാൻ നീ ഇതും ഇതിനപ്പുറം പറയും. ദർശന് തെറ്റ് ചെയ്ത അത് തെറ്റല്ല, മറിച്ച് ഞങ്ങൾ ആരെങ്കിലും തെറ്റ് ചെയ്താ അതിവിടെ വലിയ പ്രശ്നമായി മാറിയനെ. നീയേ നിന്റെ ഭാര്യ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. IPS പരീക്ഷ എഴുതാൻ പോയിട്ട് എഴുതാതെ മടങ്ങി വന്നത് എന്തുകൊണ്ടാണെന്ന് ഇന്ന് വരെ അവൾ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. ആ, ഇനി ഞങ്ങളായിട്ടൊന്നും പറയുന്നില്ലേ? നീയായി നിന്റെ പാടായി. എന്താടി? എന്താ ഇവളെന്താ ഈ കഥകളി കാണിക്കുന്ന? അവളുടെ ചേച്ചിയുടെ കാര്യം നോക്കാൻ ചേച്ചിക്കറിയാം. നിങ്ങൾ ആരും അതിൽ ഇടപെടണ്ടെന്നാ അവള് പറഞ്ഞത്. മനസ്സിലായോ? ഈ അടയ്ക്കാക്കുരുവിക്ക് ഇത്ര ധൈര്യോ? ഡി പെണ്ണെ, മര്യാദയ്ക്ക് ഇവിടെ നിന്നോണം. രൂപേഷേ, ഇവള് നിന്റെ ഭാര്യയുടെ അനിയത്തിയൊക്കെ തന്നെയാ. പക്ഷെ ഞങ്ങളുടെ നേരെ വിരൽ ചൂണ്ടി സംസാരിക്കാൻ ഇവൾക്ക് എന്താ അധികാരം? നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്ത് നിന്ന് സംസാരിക്കാത്തോണ്ടാ അവൾ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത്. ചോട്ടു, വാ നമുക്ക് പോ. നീ വാ. സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ? കാഞ്ഞ ബുദ്ധി ആ സാധനത്തിന്. കാര്യമൊക്കെ കൊള്ളാം, പക്ഷേ അവളുടെ അടുത്തുനിന്ന് ദർശനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് നോക്കിയും കണ്ടും വേണം. അല്ലെങ്കിൽ പണ്ടത്തെ കാര്യം ഓർമ്മയുണ്ടല്ലോ, വെട്ടുകത്തിയായിട്ട് വെട്ടാൻ വന്നത്. അതൊന്നും ഞാൻ മറന്നിട്ടില്ല, മറക്കുകയില്ല. ദർശന രാവിലെ എങ്ങോട്ടെങ്കിലും പോകുന്നത് ഗിരിജ കണ്ടായിരുന്നോ? ഞാനെങ്ങും കണ്ടില്ല. എന്നോടാരും ഒന്നും പറഞ്ഞതുമില്ല. പിന്നെ ഇവളിത് എവിടെ പോയതായിരിക്കും? മുത്തശ്ശി ആരുടെ കല്യാണത്തെ കുറിച്ചായിരിക്കും പറഞ്ഞത്? നിഖിലിന്റെ ആയിരിക്കോ? പിന്നെയുള്ളത് ശ്രേയയും വീണയോ? ചിലപ്പോ അവരിൽ ആരുടെയെങ്കിലും ആയിരിക്കും. മുത്തശ്ശി പറഞ്ഞ ഉറപ്പായിട്ടും അത് നടക്കും. അന്ന് കാട്ടിലെ അമ്പലത്തിൽ പോവാൻ മുത്തശ്ശി പറഞ്ഞതുകൊണ്ടാ വീണ രക്ഷപ്പെട്ടത്. മനസ്സുകൊണ്ട് എല്ലാം അറിയുന്ന ആളാ മുത്തശ്ശി. ഇഷ്ടപ്പെട്ടവരെയൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. എന്റെ കൃഷ്ണ, വീട്ടിലുള്ള എല്ലാവരും എനിക്കേറെ പ്രിയപ്പെട്ടവരാ. അവരിൽ ആരെയാ എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നേ? പൂജയോ വഴിപാടോ എന്ത് വേണമെങ്കിലും ചെയ്യാം. രക്ഷിക്കണം. ദയവ് ചെയ്ത് ആരുടെയും ജീവൻ എടുക്കരുത്.
എന്തായിരിക്കും? സൂക്ഷിച്ചില്ലെങ്കിൽ മോളുടെ കഴുത്തി കിടക്കുന്ന ഈ താലി അറ്റുപോയെന്നും വരും. അയ്യോ അയ്യോ, എന്റെ താലി! ദൈവമേ! ചേട്ടാ, ഒന്ന് വണ്ടി ഒതുക്കോ. ഈശ്വര, മേഡം സാവധാനം നോക്ക്, മാല ഇതിനകത്ത് തന്നെ കാണും. എന്റെ ഭഗവാനെ, എന്റെ താലി പോയല്ലോ. മുത്തശ്ശി പറഞ്ഞത് ഇനി രൂപേഷ് ചേട്ടനെ കുറിച്ചാണോ? എന്തായി മേഡം? ഇതിനകത്തില്ല ചേട്ടാ. ഇനി അമ്പലത്തിലെങ്ങാനും വീണുപോയി കാണോ? അമ്പലത്തിൽ പോയി നോക്കിയാലോ? പോവാൻ ചേട്ടാ, വണ്ടി നേരെ അമ്പലത്തിലേക്ക് വിട. വേഗം പോവാൻ ചേട്ടാ. എന്റെ കൃഷ്ണ, എന്റെ രൂപേഷ് ചേട്ടനൊന്നും വരുത്തല്ലേ. ശ്രേ, എന്താ പറ്റിയേ? ദർശനത്തെ കണ്ടതുകൊണ്ടാണോ? നീ പേടിക്കണ്ട, ഇവിടെ നമ്മുടെ പരിചയക്കാരുമില്ല. നീ ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചോ. പ്രാർത്ഥിക്ക്. എന്റെ കൃഷ്ണ, അച്ഛന്റെ അമ്മയുടെ അനുവാദമില്ലാതെ ആദ്യമായി ഞാനൊരു കാര്യം ചെയ്യാൻ പോവുക. അവരോട് ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇതല്ലാതെ എനിക്ക് മറ്റു മാർഗമില്ല. എന്റെ കൂടെ നിൽക്കണേ.